എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ നിരീക്ഷിക്കുന്ന ശ്രദ്ധിക്കുന്ന ഒരു രംഗമെന്ന് പറയുന്നത് സാറ്റലൈറ്റ് മാധ്യമങ്ങളുടെ ഒരു രംഗമാണ്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ നിരവധി വീഡിയോകൾ എടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ എത്ര ചാനലുകളാണ് കഴിഞ്ഞ തവണ പൂട്ടിപ്പോയത് എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ. കേരളത്തിലും ബ്രേക്ക് ഈവൺ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോഫിറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ചാനൽ എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നമുക്കറിയാം, അത് ഏഷ്യാനെറ്റ് മാത്രമാണ്. പക്ഷേ അതുകൂടാതെ നിരവധി ചാനലുകൾ വേറെയുണ്ട്. എന്ന് പറഞ്ഞാൽ മീഡിയ വൺ വരെയുള്ള ചാനലുകളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ തന്നെ ബാർക്ക് റേറ്റിംഗ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. കാരണം ഏറ്റവും ആദ്യം ഏഷ്യാനെറ്റ് ആയിരുന്നു. നേരത്തെ ഏഷ്യാനെറ്റിൻ്റെ പകുതി പോലും മറ്റ് ചാനലുകൾ 2, 3, 4 സ്ഥാനത്തുള്ള ചാനലുകൾ കൂട്ടിയാലുള്ള റേറ്റിംഗ് എത്തിയിരുന്നില്ല. പക്ഷേ ആ ഘട്ടത്തിലാണ് 24 ന്യൂസ് എന്ന് പറയുന്ന ഒരു ചാനൽ അവതരിപ്പിക്കുന്നത്. അതിനു മുമ്പ് മാതൃഭൂമിയും മനോരമയൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ആ പരിസരത്തൊന്നും എത്താൻ കഴിഞ്ഞില്ല. പിന്നെ ഇന്ത്യ വിഷൻ പൂട്ടിപ്പോവുകയും ചെയ്തു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്ത്യ വിഷനാണ് ആദ്യത്തെ വാർത്താ ചാനൽ. അപ്പോൾ അത്തരത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് തുടങ്ങിയതിന് ശേഷം അവർ ഏതാണ്ട് ഒരു അജയ്യരായി മുൻപോട്ട് പോവുകയായിരുന്നു. വലിയ വെല്ലുവിളികളൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ശ്രീകണ്ഠൻ നായരുടെ 24 ന്യൂസ് എന്ന് പറയുന്ന ചാനൽ വരുന്നത്. അത് വലിയ വെല്ലുവിളി ഉയർത്തി ഏതാണ്ട് ഏഷ്യാനെറ്റിൻ്റെ അടുത്ത് വരെയൊക്കെ എത്തി. പക്ഷേ എങ്കിലും ഏഷ്യാനെറ്റിനെ കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള കൺസിസ്റ്റൻ്റായി ഏഷ്യാനെറ്റ് തന്നെയാണ് ഒന്നാമത് നിന്നിരുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നൊരവസരത്തിലാണ് 24 ന്യൂസിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ള ഡോക്ടർ അരുൺകുമാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ആൻഡോ അഗസ്റ്റിൻ്റെയൊക്കെ ഫണ്ടിൽ യഥാർത്ഥത്തിൽ റിപ്പോർട്ടർ എന്ന് പറയുന്ന ഒരു ചാനൽ വരുന്നത്. അപ്പോൾ ആ റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാനൽ വരുന്ന അവർ ഈ റിപ്പോർട്ടറും 24 ന്യൂസും അതുപോലെ ഏഷ്യാനെറ്റും തമ്മിൽ വലിയ മത്സരം എത്തുകയും ഏതാണ്ട് ചില സെഗ്മെൻറ്റുകളിലൊക്കെ അവർ ഒന്നാം സ്ഥാനത്തെത്തുകയും 2 തവണ അവർ ഏതാണ്ട് പൂർണ്ണമായിട്ടും തന്നെ 200 പോയിന്റുകൾ മറികടന്നുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ ഒന്നാമതെത്തുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അതിൽ ചില തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. തന്ത്രങ്ങളൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. കാരണം ചില ഇപ്പോൾ കേരള വിഷൻ്റെയും അതുപോലെ തന്നെ പലതിൻ്റെയും ഒക്കെ തന്നെ ലാൻഡിംഗ് പേജുകളൊക്കെ മേടിച്ചിരുന്നു എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ എങ്കിൽ പോലും ഈ ചാനലുകളൊക്കെ എപ്പോഴും വലിയ പ്രതിസന്ധികൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. കാരണം അവരുടെ ഒരു അവതാരകരുടെ മിടുക്കിലാണ് ചാനലുകൾ നിൽക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ സമ്മതിച്ചേ പറ്റും. അപ്പോൾ അത്തരത്തിൽ വലിയ തോതിലുള്ള പ്രതിസന്ധികൾ 24 ന്യൂസ് നേരിടേണ്ടതായിരുന്നു. അതിനിടയ്ക്ക് ചാനലുകൾ തമ്മിൽ തന്നെ വലിയ മത്സരമുണ്ടായിരുന്നു. മാതൃഭൂമിയും റിപ്പോർട്ടറും 24 ന്യൂസും ഒക്കെ തമ്മിലും വലിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അടുത്തിടെ, അതായത് ഉണ്ണി ബാലകൃഷ്ണൻ പോയതിന് ശേഷം ഉണ്ണി ബാലകൃഷ്ണന് പകരമായി റിപ്പോർട്ടർ ചാനലിലേക്ക് ജോയിൻ ചെയ്ത ഡിജിറ്റൽ ഹെഡാണ് ജിമ്മി ജെയിംസ് എന്ന് പറയുന്നത്. അപ്പോൾ ജിമ്മി ജെയിംസ് ഇപ്പോൾ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ട് മീഡിയ വണ്ണിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ജിമ്മി ജെയിംസ് കൂടി കൃത്യമായി പറഞ്ഞാൽ റിപ്പോർട്ടർ ചാനൽ വിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അതിന് തൊട്ടു മുമ്പ് സുജയ പാർവതി റിപ്പോർട്ടർ ചാനൽ വിട്ടു പോയിരുന്നു. അപ്പോൾ റിപ്പോർട്ടർ ചാനൽ വിട്ട് പോയപ്പോൾ എന്താ പറയുക, വായിക്ക് തോന്നിയ കോതക്ക് പാട്ട് എന്ന് പറയുന്ന പോലെ പാടുന്ന ചില ചാനലുകളൊക്കെ എടുത്തു വെച്ച് ആദ്യം ഹൈദരാലിയൊക്കെ എടുത്തു വെച്ച് സുജയ പാർവതിക്ക് 10 ലക്ഷം രൂപയാണ് സാലറി കൊടുക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം മറുനാടനിലൊക്കെ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ ഞാൻ കണ്ടു. യഥാർത്ഥത്തിൽ സുജയുടെ സാലറി എന്ന് പറയുന്നത് വലിയ സാലറിയാണ്. പക്ഷെ അത് 5 ലക്ഷം രൂപയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ന്യൂസ് എഡിറ്ററാണ്, പക്ഷെ 10 ലക്ഷം രൂപയിലേക്കൊന്നും എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എൻ്റെ സോഴ്സുകളിൽ നിന്ന് എനിക്കറിയാൻ കഴിഞ്ഞത് 5 ലക്ഷം രൂപയാണ്. ബാക്കിയുള്ളതൊക്കെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ BJP അനുഭാവികളായിട്ടുള്ള, സംഘപരിവാർ അനുഭാവികളായിട്ടുള്ള കുറേ ആളുകളുടെ ഒരു വ്യൂവർഷിപ്പ് കൂടി സ്വന്തം പുതിയ ചാനലിന് കിട്ടും എന്ന് പറയുന്ന തോന്നലിലാണ് സുജയ പാർവതി വെച്ചിട്ടുള്ളത്. സുജയ പാർവതി അവിടെ വേണു ബാലകൃഷ്ണൻ്റെ താഴെ ഉള്ള ഒരു സ്റ്റാഫായിട്ടാണ്. വേണു ബാലകൃഷ്ണൻ ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം അദ്ദേഹം ന്യൂസ് ഡയറക്ടറാണ്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ ശമ്പളം ഇവർക്കിപ്പോൾ ഓഫർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു തർക്കമില്ല. അരുൺകുമാറിന് തന്നെ ഏതാണ്ട് 6 ലക്ഷം രൂപക്കാണ് ശമ്പളത്തിൽ തുടങ്ങിയത്. ഇപ്പോൾ ഇതിനേക്കാൾ വലിയ ശമ്പളത്തിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഏതാണ്ട് ഇരട്ടിയോളം വരുന്ന ശമ്പളത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ റിപ്പോർട്ടർ ചാനലിന് ഇപ്പോൾ നമ്മൾ മീറ്റ് ദ എഡിറ്റേഴ്സൊക്കെ കാണുമ്പോൾ തന്നെ ചില പോരായ്മകൾ നമുക്ക് ഫീൽ ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലേക്കാണ് ജിമ്മി ജെയിംസ് കൂടി പോകുമ്പോൾ അത് വലിയ തോതിലുള്ള പ്രശ്നമായി തീരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതിനെ മറികടക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇപ്പോൾ പല ചാനലുകളിൽ നിന്നും ബിഗ് ടി വിയിലേക്ക് വിട്ടുപോയിരുന്നു. ബിഗ് ടി വി തുടങ്ങുന്നത് അനിൽ അയ്യൂരിൻ്റെ നേതൃത്വത്തിലാണ്. അവിടുത്തെ രേവന്ത് റെഡ്ഡിക്കൊക്കെ വലിയ പ്രാമുഖ്യം, അവർക്കൊക്കെ ബന്ധമുള്ളൊരു ചാനലാണ് ഈ പറയുന്ന പോലെ തെലങ്കാനയിലെ ബിഗ് ടി വി എന്ന് പറയുന്നത്. ആ ബിഗ് ടി വിയുടെ ഇവിടുത്തെ മലയാളത്തിലേക്ക് അവർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അനിൽ അയ്യൂർ മിടുക്കനായിട്ടുള്ള ഒരാളാണ് എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ ചെയ്യുന്ന ആളുകളെ ഗംഭീരമായി പണിയെടുപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ് എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു തർക്കമില്ല. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ബിഗ് ടി വി ഹെഡ് ചെയ്യുന്നു അവിടെ. പക്ഷേ ഈ ചാനലിനെ മൊത്തത്തിൽ ഷോൾഡർ ചെയ്യാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? അല്ലാതെ മറ്റാരെയും എനിക്കതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതിപ്പോൾ വേണു ബാലകൃഷ്ണൻ ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ്
ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ള ലക്ഷ്മി പത്മയാണെങ്കിലും അതുപോലെ തന്നെ സുജയ പാർവതി ആണെങ്കിലും അത്തരത്തിലുള്ള ഒരാളുകൾ അല്ല, പക്ഷേ അത്തരത്തിലുള്ള ഒരു അപർണ കുറുപ്പാണെങ്കിലും ഒക്കെയുള്ള വളരെ സ്റ്റാറായിട്ട് നിൽക്കുന്ന ഗംഭീരമായി വാർത്തകൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ആളുകളുണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ അരുൺകുമാറിനെ സംബന്ധിച്ചിടത്തോളം അരുൺകുമാറിന് വളരെ ഡീറ്റെയിലായി ഡീപ്പായി സബ്ജക്റ്റുകളെക്കുറിച്ച് അറിയാം, അതുപോലെ മാധ്യമങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയാം, കാരണം അവതരിപ്പിക്കാനും അറിയാം. പക്ഷെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ബിസിനസ് എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെയാണ് വൈകാരികമായ ആളുകളെ കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളുടെ കുറവ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ട്. അതൊക്കെ കൃത്യമായി അറിയാവുന്ന ഒരാളാണ് അനിൽ അരൂർ എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് സ്ക്രീനിൽ വന്നു നിന്നുകൊണ്ട് പ്രകടനം നടത്തുക എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. അത്തരത്തിലുള്ളൊരു കാര്യം ആദ്യം ചെയ്തു തുടങ്ങിയത് ശ്രീകണ്ഠൻ നായരാണ്. ശ്രീകണ്ഠൻ നായർക്ക് പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിൽ നിന്ന് ഈ അടവുകളൊക്കെ പഠിച്ചാണ് അരുൺകുമാർ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ ശ്രീകണ്ഠൻ നായർ അത് ഗംഭീരമായി ചെയ്തിരുന്നു. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി ഗംഭീരമായി ചെയ്തുകൊണ്ടും ഒരു വലിയ ടീമിനെ വെച്ചുകൊണ്ടാണ് റിപ്പോർട്ടർ TV വന്നിട്ടുള്ളത്. വലിയ പ്രതിസന്ധികളാണ് നിങ്ങൾ അറിയേണ്ടത് ഇവരൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റീജിൻ എന്ന് പറയുന്ന 24 ന്യൂസിൽ വാർത്ത വായിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ നോക്കുമ്പോൾ ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ വാർത്ത വായിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ദീപക് മലയമ്മ പോലുള്ള നിരവധി ആളുകൾ വിട്ടിട്ട് ബിഗ് TVയിലേക്ക് പോയിട്ടുണ്ട്. കാരണം ശമ്പളം വലുതായിട്ട് കൂടിയുണ്ട്. ഏതാണ്ട് 50-60% ഹൈക്ക് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർക്കും. അപ്പോൾ ഇത്തരത്തിൽ അവർക്ക് നല്ല ശമ്പളം കിട്ടുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടർ ചാനലിൽ അടുത്തൊരു പ്രതിസന്ധി കൂടി സൃഷ്ടിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ജിമ്മി ജെയിംസ് കൂടി വിടവാകുന്നത്. ഇതിനൊപ്പം ചേർത്ത് പറയാനുള്ളൊരു കാര്യം, മാധു, അതായത് മാതൃഭൂമിയിലെ മാധു കൂടി നേരെ റിപ്പോർട്ടർ ചാനലിലേക്ക് ജോയിൻ ചെയ്യും. അതായത് സുജയ്ക്ക് പകരം എന്ന് പറഞ്ഞ് കണ്ടെത്തിയിട്ടുള്ള ഒരാൾ കൂടി ജോയിൻ ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ സുജയുടെ ഒരു അഡ്വാൻറ്റേജ്, സുജയ് പറയുന്നതിനൊന്നും വലിയ പലപ്പോഴും എത്രത്തോളം കഴമ്പെന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ ഇഷ്യൂ ആണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ ഒരു വലിയ വിങ് ഓഫ് ആളുകളെ, അതായത് ഈ പറയുന്ന ഒരു സംഘപരിവാർ ഹിന്ദുത്വ അജണ്ട പേറുന്ന രാഷ്ട്രീയം പേറുന്ന ആളുകളുടെ ഒരു സൈഡ് പറയാൻ ഒരാളുണ്ടായിരുന്നു. ഉണ്ണി ബാലകൃഷ്ണൻ നേരത്തെ വളരെ ന്യൂട്രലായിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുത്തിരുന്നു. അരുൺകുമാറും അതുപോലെ തന്നെ ആൻഡോ അഗസ്റ്റിനും ഒക്കെ തന്നെ ഒരു CPM ലെഫ്റ്റ് അനുകൂല നിലപാട്, CPM അനുകൂല നിലപാട് തന്നെ അവരെടുത്തിരുന്നു. സ്മൃതി പരുത്തിക്കാട് പലപ്പോഴും നമുക്കറിയാം, പലപ്പോഴും എന്നല്ല എപ്പോഴും തന്നെ കോൺഗ്രസ് അനുകൂല നിലപാടാണ് എടുത്തുകൊണ്ടിരുന്നത് എന്ന് നമുക്കറിയാം. എന്തെന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത കോമ്പിനേഷൻ ആയിരുന്നു. ആ കോമ്പിനേഷൻ കീപ്പ് ചെയ്യിപ്പിക്കുക എങ്ങനെ നടക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഉണ്ണി ബാലകൃഷ്ണൻ സാർ പോയപ്പോൾ അത്രയും ഏതാണ്ട് അതിന് പകരമായി കൃത്യമായിട്ട് ജിമ്മി ജെയിംസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ജിമ്മി വളരെ നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തുകയും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഒക്കെ പറയാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതെല്ലാം തന്നെ നിലനിർത്തിക്കൊണ്ട് വലിയ തോതിലുള്ള ചാനൽ യുദ്ധമാണ് ഇനി വരാനിരിക്കുന്നത്. ആ യുദ്ധത്തിൽ വലിയ സന്തോഷമുള്ളൊരു കാര്യം, ഇവരുടെ എല്ലാം ശമ്പളം എന്ത് ചെയ്യുന്നു, ഇരട്ടിയാകുന്നു, വലിയ നേട്ടങ്ങളുണ്ടാകുന്നു മാധ്യമപ്രവർത്തകർക്ക് എന്നുള്ളതാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ശമ്പളം വലിയ തോതിൽ കിട്ടുകയും വലിയ നേട്ടമുണ്ടാവുകയും വലിയ തോതിലുള്ള ചാനൽ മത്സരം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്, വാർത്തകൾ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യപ്പെടുക എന്നുള്ളതിന് പകരം അതിവൈകാരികമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും എങ്ങനെയെങ്കിലും കൂടുതലായി പിടിച്ചു നിർത്താൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം നോക്കുകയും ഇൻഫോർടൈൻമെൻറ്റ് എന്ന് പറയുന്ന, അതായത് എൻ്റർടൈൻമെൻറ്റും ഇൻഫർമേഷനും ഒരുമിച്ച് കൊടുക്കുന്ന ലെവലിലേക്ക് ചാനലുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് പകരം ഇൻഫർമേഷനും ഈ പറയുന്ന പോലെ എൻ്റർടൈൻമെൻറ്റും എന്നുള്ളതിന് പകരം യഥാർത്ഥത്തിൽ കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് കലരാനുമുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ കാപ്പി ഉണ്ടാക്കുമ്പോൾ അതിന് ടേസ്റ്റ് കൂടുന്നത് ചിക്കറി എന്ന് പറയുന്ന ഒരു പദാർത്ഥം കൂടുതൽ ചേർക്കുമ്പോഴാണ്. അപ്പോൾ അത് കോഫിയുടെ ഈ പറയുന്ന പ്യുവർ കോഫി ആണെങ്കിൽ നമുക്ക് പലപ്പോഴും കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ ഈ ചിക്കറിയും കോഫിയും തമ്മിലുള്ള മിക്സാണ്. ആ മിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി എൻ്റർടൈൻമെൻ്റ് അളവ് എത്രത്തോളം കൂടും, എത്രത്തോളം വാർത്തകൾ വൈകാരികമായി ഇവിടെ എന്ത് ചെയ്യപ്പെടും, വിൽക്കപ്പെടും എന്നുള്ളതാണ് എന്നെ ഭയപ്പെടുന്ന ഒരു കാര്യം. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിട്ടുള്ള പലർക്കും വലിയ ശമ്പളം കിട്ടുന്നു എന്നുള്ളത് എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ജിമ്മി ജെയിംസിനും മാധുവിനും ഒക്കെ എല്ലാ അഭിനന്ദനങ്ങളും. പുതിയ ചാനലിനും ബിഗ് TVയും ഒക്കെ വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. പക്ഷേ കുറച്ചുകൂടി ക്വാളിറ്റേറ്റീവായിട്ടുള്ള മത്സരങ്ങൾ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത്തരത്തിൽ ക്വാളിറ്റേറ്റീവായിട്ടുള്ള കണ്ടൻറ്റുകൾ വളരെ കൃത്യമായി സോഷ്യൽ മീഡിയയിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ആ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്ന കണ്ടൻറ്റുകളോട് പോലും നിങ്ങൾ മത്സരിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇത്തരത്തിലുള്ള വലിയ മത്സരങ്ങളിലേക്ക് നാഷണൽ ലെവൽ ചാനലുകൾ എത്തിയപ്പോഴാണ് ആ ചാനലുകളെക്കാൾ വലിയ വിശ്വാസ്യതയുള്ള പല പോർട്ടലുകളുമൊക്കെ തന്നെ രംഗപ്രവേശം ചെയ്തത്.
അത് നമുക്കറിയാം. ഇപ്പോൾ കാരവൻ ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ന്യൂസ് മിനിറ്റ് പോലെയുള്ളതാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് നിരവധി, ഞാനിപ്പോൾ അവരുടെ എല്ലാവരുടെയും പേരുകളൊന്നും പറയുന്നില്ല, അത്തരത്തിലുള്ള ചാനലുകളും ധ്രുവ് രാത്തിയും രമേഷ് കുമാറും ആകാശ് ബാനർജിയെ പോലെയുള്ള വലിയ യൂട്യൂബേഴ്സും ഒക്കെ തന്നെ വന്നത്, അവർക്കൊക്കെ പലപ്പോഴും വലിയ ചാനലുകളേക്കാൾ വലിയ വരുമാനവും വലിയ തോതിലുള്ള ക്രെഡിബിലിറ്റിയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്നുള്ളത് കൂടി മറന്നു പോകരുത് എന്നുള്ളതാണ് എനിക്ക് ഈ ചാനലുകൾ ഓർമ്മിപ്പിക്കാനുള്ളത്. എന്താണെങ്കിലും ജിമ്മി ജെയിംസിനും മാധുവിനും അതുപോലെ പുതിയ ചാനലിലും ഒക്കെ തന്നെ വലിയ അഭിനന്ദനങ്ങൾ, വലിയ ആശംസകൾ.